മരിച്ചെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. പ്രസ്തുതയാളുടെ മൃതദേഹവുമായി പോലീസ് സംസ്കരിക്കാൻ പോയി. സംസ്കരിക്കാനായി ചിതയിലേക്ക് വെക്കുന്നതിന് കുറച്ച് സെക്കൻഡുകൾക്ക് മുമ്പ് ഡോക്ടർമാർ മരിച്ചെന്ന് പറഞ്ഞ ഈ വ്യക്തി ശ്വസിക്കാനും ചലിക്കാനും തുടങ്ങി. ഉടനെ തന്നെ പോലീസുകാർ ഈ മരിച്ചെന്ന് പറഞ്ഞയാളെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു. സംഭവം രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ ജുൻജുൻ എന്ന് പറയുന്ന ജില്ലയിലെ BDK ജില്ലാ ആശുപത്രിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. രോഹിതാക്ഷ് കുമാർ എന്ന് പറയുന്ന 25 വയസ്സുകാരനാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് രോഹിദാസ് കുമാറിനെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുന്നത്. ഈ രോഹിദാസ് കുമാറിന് കുടുംബം ഒന്നുമില്ല, ഷെൽട്ടർ ഹോമിലാണ് ഇയാൾ താമസിക്കുന്നത്. ഇവിടെ നിന്നാണ് ഇയാളെ കുറച്ച് സന്നദ്ധ സംഘടനയിൽപ്പെട്ട ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ അവസ്ഥ കുറച്ച് മോശമായതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. കൂടാതെ ഈ രോഹിതാക്ഷ് കുമാർ എന്ന് പറയുന്ന ഈ വ്യക്തി ബധിരനും മൂകനുമായിരുന്നു. ഇത്തരത്തിൽ ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡോക്ടർമാർ ഇദ്ദേഹം മരിച്ചെന്ന് സ്ഥിരീകരിക്കുകയും ഡോക്ടർമാർ സ്ഥിരീകരിച്ചതോടുകൂടി ഈ മൃതദേഹവുമായി പോലീസുകാർ മൃതദേഹം സംസ്കരിക്കാനായി പോവുകയും ചെയ്തു. ഈ സംസ്കരിക്കുന്നതിന് കുറച്ച് സെക്കൻഡുകൾക്ക് മുമ്പ്, അതായത് ഈ ചിതയിലേക്ക് വെക്കുന്നതിന് കുറച്ച് സെക്കൻഡുകൾക്ക് മുമ്പാണ് ഈ രോഹിതാക്ഷ് കുമാറിന്റെ ശരീരം ചലിക്കാനും ശ്വസിക്കാനും തുടങ്ങിയത്. ഉടനെ തന്നെ ഇദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. നിലവിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ തൃപ്തികരമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അതേസമയം സംഭവം വലിയ രീതിയിൽ വിവാദമായതിന് പിന്നാലെ ജില്ലാ കളക്ടർ ഇടപെടുകയും ഈ വ്യക്തി മരിച്ചെന്ന് സ്ഥിരീകരിച്ച 3 ഡോക്ടർമാരെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഹിതേഷ് കുമാർ എന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പുതുജീവൻ എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ കണക്കാക്കണം. ഡോക്ടർമാർ മരിച്ചെന്ന് വിധി എഴുതി അവിടെ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഹിതേഷ് കുമാറിനുണ്ടായിരിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ 3 ഡോക്ടർമാരെ ജില്ലാ കളക്ടർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.